അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു ഗൈസ്. അതെ ഗൈസ്, നിങ്ങളിന്ന് തമ്മിൽ കണ്ടതുപോലെ വളരെ സ്പെഷ്യലായിട്ടുള്ള വളരെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള നമ്മുടെ നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. അതൊരു ലേഹ്യം പോലെയോ ഒരു ഹെൽത്ത് മിക്സ് പോലെയോ നമുക്ക് ആക്കിയെടുക്കാം. അതിന് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ അതിനിട്ടിരിക്കുന്ന പേരാണിത്. അപ്പോൾ നമ്മുടെ നെല്ലിക്ക അതിനാവശ്യമായിട്ട് വരുന്ന ഒരു 1/2 കിലോ നെല്ലിക്കയാണ്. അത് നമ്മൾ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് 5 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്. അതിനാവശ്യമായിട്ടുള്ളത് ഒരു 1/2 കിലോ ശർക്കരയോ അല്ലെങ്കിൽ 1/2 കിലോ കരിപ്പട്ടിയോ എടുക്കാം. അതിൻ്റെ മധുരം അനുസരിച്ച് നിങ്ങൾക്കത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ള ശർക്കരയാണ്. ഒരു മധുരം കുറച്ചുള്ളവർക്ക് ഒരു 300 ഗ്രാമൊക്കെ അത്രയും തന്നെ ആവശ്യമായിട്ടേ വരത്തുള്ളൂ. മധുരം ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം നെല്ലിക്കയിൽ ഒരു പുളിപ്പും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് എള്ളും കുറച്ച് ചുക്കുപൊടിയൊക്കെയാണ്, പിന്നെ നെയ്യും. നമുക്ക് ആവശ്യമുള്ള നട്ട്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചേർത്തിട്ട് നമുക്ക് കുറച്ച് റിച്ച് കൂട്ടിയെടുക്കാൻ പറ്റും. ഞാൻ നെല്ലിക്ക പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്രയും വാല്യുബിൾ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ, നെല്ലിക്ക എന്ന് പറഞ്ഞത് വളരെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ളൊരു സാധനമാണ്. ആരും മറക്കണ്ട. കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കാലും വലിയവർക്കാലും കഴിക്കാം. ഞങ്ങളുടെ നെയ്യ് പാനിലോട്ട് ഇട്ടിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ നെല്ലിക്ക ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് മിക്സായി റെഡിയായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ശർക്കരപ്പാനി അല്ലെങ്കിൽ നമ്മുടെ കരിപ്പട്ടിപ്പാനി നമുക്ക് അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഞാൻ ഒറ്റ കൈ വെച്ചിട്ടുള്ള പരിപാടി ആയതുകൊണ്ടാണ്. ക്യാമറ എടുക്കാനോ ഹെൽപ്പ് ചെയ്യാനോ ആരുമില്ല. ഞാൻ തനിയെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. നമ്മൾ അരിച്ചൊഴിച്ച് കൊടുക്കണം. കാരണം ശർക്കരയിൽ പൊടിയൊക്കെ കാണും. കട്ട ശർക്കരയാണല്ലോ. കരിപ്പട്ടി ആയാലും അതിലുണ്ടാവും പൊടിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് അരിച്ചിട്ടേ എടുക്കാവൂ. കണ്ടോ, ഞാൻ കാണിച്ചില്ലേ, പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറച്ച് ക്ഷമ വേണം കേട്ടോ. ഇത് നന്നായിട്ട് വറ്റി ഇതിൽ ആ ശർക്കരയും ആ നെയ്യും ഒക്കെ നല്ല വരണ്ട് ലാസ്റ്റ് ആകുമ്പോൾ ഒരു നല്ലാത്തൊരു മണം തന്നെ ഇതിന് വരും കേട്ടോ ഗൈസ്. കുറച്ച് ക്ഷമ വേണം. നമ്മൾ ഈ അലുവയൊക്കെ കിണ്ടി എടുക്കുന്നത് പോലെ തന്നെ നമ്മൾ കുറച്ചായിട്ട് ശർക്കരയൊക്കെ ഒഴിച്ച് കുറച്ചായിട്ട് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്, റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ കുറച്ച് ഞാൻ ചുക്കുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. വെറും നെല്ലിക്ക മാത്രം വെച്ചും ചെയ്യാം. ഞാൻ കുറച്ച് റിച്ച് ആയിട്ടാണ് എപ്പോൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും ചെയ്യത്തുള്ളൂ. നിങ്ങൾക്കതറിയാമല്ലോ. എൻ്റെ പഴയ വീഡിയോസുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നെല്ലിക്കയുടെ ഗുണങ്ങൾ പറയാൻ പോയാൽ ആൻറ്റി ഓക്സിഡൻറ്റ് വളരെ റിച്ചാണ്. ശരീരത്തിൻ്റെ വിഷാംശം തള്ളപ്പെടാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഈ നെല്ലിക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, സഹായിക്കും. കണ്ണിൻ്റെ ആരോഗ്യത്തിനും ശരീരഭാരം നിയന്ത്രിക്കാനും നെല്ലിക്ക സഹായിക്കുന്നതാണ്. ആരോഗ്യ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ അതിന് പറയാനൊന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്, കുറച്ച് ചെറിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഫ്രൂട്ട്സ് നട്ട്സ് ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച് എനിക്ക് വളരെ ബെനിഫിറ്റ്സ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിന് നട്ട്സൊക്കെ ചോപ്പ് ചെയ്യാൻ ആവശ്യമാണ്. അങ്ങനെ ഞാൻ മേടിച്ചതാണ്. വളരെ ഗുണമാണ് എനിക്ക് അതുകൊണ്ട്, ഒരുപാട് ഉപയോഗമാണ് എനിക്ക് അതുകൊണ്ടുണ്ടായത്. പിന്നെ കുറച്ച് പംകിൻ സീഡും കുറച്ച് കറുത്ത മുന്തിരിയും കുറച്ച് വെള്ള മുന്തിരിയൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള എല്ലാ നട്ട്സും നമുക്കിടാം. ഞാൻ കുറച്ച് ബദാം അണ്ടിപ്പരിപ്പുമാണ് ചോപ്പ് ചെയ്തിട്ടത്. നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ, ഈത്തപ്പഴം ആയാലും തേനായാലും എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ അതൊക്കെ ഇട്ട് നമുക്കിത് റിച്ചാക്കാം. വളരെ നല്ലതാണ്. ആരോഗ്യ ഗുണങ്ങൾ കൂടുതൽ ആവത്തുള്ളൂ, ഇതിലൊരു കുറവും വരത്തില്ല. അതേസമയം ഞാൻ ചോറ് തിന്നാനും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ലേഹ്യമാക്കുമ്പോഴത്തേക്കും ഒരുപാട് നാളതിന് നമുക്കിത് കേടുകൂടാതെ ഇരിക്കും. നമുക്ക് ഡെയിലി അതിനുള്ള നെല്ലിക്ക ലേഹ്യമാക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കൂടുതൽ കാലം നിലനിൽക്കും. ദിവസവും കഴിക്കാനും എളുപ്പമാണ്. ഒരു ടോണിക്ക് പോലെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അതെല്ലാം ഉണങ്ങി റെഡിയായി സെറ്റ് ആയതിനു ശേഷം ഞാനതൊരു കണ്ണാടി ബോട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കേടുകൂടാതെ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. അസ്സലാമു അലൈക്കും.